കോഫി. ഡോക്ടർ സാർ എഴുന്നേൽക്കണം, മണി 10 10 ആയിട്ടില്ല, 8 ആയിട്ടുള്ളൂ. അല്പനേരം കൂടി ഉറങ്ങട്ടെ. നേരം മണി 10 എനിക്ക് ഇങ്ങനെ പോകുന്നുണ്ടോ ഇവിടുന്ന്? മുത്തച്ഛ വന്ന് വിളിച്ചാട്ടെ. സൈലൻ വിളിക്കണ്ട, കാപ്പി കൊണ്ടുവാ. ഗുഡ് മോർണിംഗ്. ഒരു കുത്തു വെച്ചാലും പറഞ്ഞേക്കാം. ഭവാനിയമ്മേ, ഇന്ന് പച്ചക്കറി മാത്രം മതി. എന്നും ഇറച്ചിയും മീനും കഴിക്കുന്നത് നല്ലതല്ല. ശരി. പിന്നെ ഈ ബില്ലിന്ന് കോർപ്പറേഷനിൽ അടയ്ക്കണം. എസ്റ്റേറ്റ് വരെ ഒന്ന് പോണം. കുറച്ച് രൂപ വേണം. കേശവ, ആ വലിയ വണ്ടിക്ക് ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചോളൂ. മുത്തച്ഛന് നെച്ചേറ്റി പോകേണ്ടി വരും. ഓ ശരി. Yes, Dr. Gopi here. ഹായ് ഗോചേട്ടാ. Hello, Sheila. How are you? ഹായ്. ഇന്നലെ എന്ത് ചെയ്തു കേൾക്കട്ടെ. ഞാൻ തീരെ ഉറങ്ങിയില്ല. വൈ, അതെന്ത് പറ്റി? ഉറങ്ങാൻ സമ്മതിക്കണ്ടേ? ആര്? ഡോക്ടർ ഗോപി. ഞാനോ? സ്വപ്നത്തിൽ എന്റെ കൂടെ ആയിരുന്നു. ഓ, സ്വപ്നക്കാരി ഇപ്പോൾ എന്ത് ചെയ്യുന്നു? ഊഹിച്ചു പറയാമോ? പറയാമല്ലോ. അതിനു മുമ്പ് ഞാനിവിടെ എന്ത് ചെയ്യുന്നു ഷീലയ്ക്ക് അറിയണ്ടേ? ബാത്ത് ടബിൽ മലർന്നു കിടക്കുന്നു, കുളിക്കുന്നു എന്നും പറയാം. ഇങ്ങനെ ഓരോന്നും പറഞ്ഞെന്നെ കുഴപ്പത്തിലാക്കരുത്. പറഞ്ഞേക്കാം ചേട്ടാ. എന്താ? ഫോണിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ സാധിച്ചിരുന്നെങ്കിൽ, ടെലിഫോണിൽ ടെലിവിഷൻ കൂടി ഉണ്ടായിരുന്നെങ്കിൽ. എനിക്ക് ടെലിവിഷന്റെ ആവശ്യമില്ല. ഞാൻ ഷീലയെ കാണുന്നുണ്ട്, എന്റെ എക്സ്റേ കണ്ണുകളിലൂടെ. എന്നാലൊന്ന് കേക്കട്ടെ, എന്തെല്ലാം കാണുന്നുണ്ട്? പറയണം? വേണം, പറയണം. താമര ഇതൾ പോലെ കണ്ണുകൾ, മാർബിളിൽ കടഞ്ഞെടുത്തതുപോലെ ശരീരം, ആ ശരീരത്തിലെ അഴകേറിയ അവയവങ്ങളിൽ തിളങ്ങുന്ന മുത്തുകൾ പോലെ ജലഗണങ്ങൾ. എന്തൽപ്പം, ഇതാര്? ജലകന്യകയോ മത്സ്യകന്യകയോ? ചേട്ടാ, നമ്മൾ രണ്ടും രണ്ട് സ്ഥലത്തായി പോയി. നമ്മൾ ഒന്നിച്ച് ഒരു ബാത്ടബിലായിരുന്നെങ്കിൽ ബഹുവിശേഷമായിരിക്കും. നാണം കെട്ട മൂധവി, നീ ഒരു പെണ്ണാണോ? കഷ്ടം. നാണമില്ലല്ലോ എനിക്കിതൊക്കെ പറയാൻ. ഫോട്ടോ വയ്ക്ക്. സുമതി, സുമതി, എന്താ ഇത്? ഒരു ബാത്ടബിൽ ഒന്നിച്ചു കിടന്ന് കുളിക്കണം അത്ര അവൾക്ക്. ഇക്കണക്കിന് വേണ്ട, ഞാൻ പറയുന്നില്ല. നിന്നോട് ആര് പറഞ്ഞു ഫോൺ എടുക്കാൻ? ഫോൺ എടുത്തല്ലേ ഉള്ളൂ. രണ്ടുപേരും കൂടെ ഒന്നിച്ച് ബാത്ടബിൽ കിടക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ കടന്നു വന്നില്ലല്ലോ. വന്നോ? പലരുമായും ബാത്ടബിൽ കിടക്കും. വേണമെങ്കിൽ 3-4 സ്ത്രീകളോടൊപ്പം 10-15 ദിവസം ബാത്ടബിൽ കിടക്കും. നീ ആരാ തടയാൻ? ഞാൻ ആരും അല്ല തടയാൻ. ഇവിടെ വേറെ ആളുണ്ടോ നോക്കാം. പോയി നോക്ക്, അഹങ്കാരി. അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. നീ ആരാണ് എന്നെ തടയാന്നല്ലേ ചോദ്യം? ആരാണെന്നെ ബോധ്യപ്പെടുത്തി തരാം. മുത്തച്ഛൻ ചുരുട്ട് വലിച്ചല്ലേ? ഞാനോ ചുരുട്ട് വലിച്ചെന്നോ? മുത്തച്ഛൻ ഇവിടെ ഇങ്ങനെ, പേരക്കിടാവ് അവിടെ അങ്ങനെ. ആരെ? ഗോപിയോ? എന്ത് ചെയ്തെന്ന്? മുത്തച്ഛ അവിടെ ഫോണില് ഒരു പെണ്ണുമായി. ഞാനത് എങ്ങനെ പറയാം? ഒരു പെണ്ണുമായിട്ട്? ഏത് പെണ്ണ്? ഏത് പെണ്ണെന്ന്? ഷീല എന്നാ പേര്. ആരാടാ ഈ ഷീല? ഷീലയോ? അതെ, ബാത്ടബിൽ കിടന്നുണ്ടെങ്കിൽ സ്വീകരിച്ചില്ലേ അവൾ? ഓ, ആ ഷീലയാണ്. അതെന്റെ ഫ്രണ്ടാണ് മുത്തശ്ശ. ഇത്ര ലജ്ജയില്ലാത്തോളാണോ ഫ്രണ്ടെന്ന് ചോദിക്കും മുത്തച്ഛ. ആണോടാ? ആണ്. അവൾക്ക് ആവശ്യത്തിന് ലജ്ജയുണ്ട്. നാക്കിൽ നീളം കൂടിയവർക്ക് ലജ്ജയില്ലാത്തത്. പറയുന്ന ആൾക്കാ നാക്കിന് നീളം കൂടുതലും, പറയുന്ന ആൾക്ക് ഒട്ടും ലജ്ജയില്ലാത്തത്. അതുകൊണ്ട് രണ്ടും നല്ല ചേർച്ചയാ. കണ്ടില്ലേ മുത്തശ്ശ, ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കണ്ട പെമ്പിളരുമായിട്ടുള്ള കൂട്ടിയിട്ട് നിനക്ക് നല്ലതല്ല. പെണ്ണ് തീയാണ്, തീ കൊണ്ട് കളിക്കരുത്. നീ ഒരു ഡാക്ടർ അല്ലേടാ, നിനക്ക് ചേർന്നാണോ ഇതെല്ലാം?
ഫ്രണ്ടാണ് പോലും ഫ്രണ്ട്. ആകെ ഫ്രണ്ട്ഷിപ്പ് ഒന്നും നിനക്ക് വേണ്ട. മാർബിളിൽ കടഞ്ഞെടുത്തതുപോലുള്ള ശരീരത്തിൽ തിളങ്ങുന്ന മുത്തുകൾ പോലുള്ള ജലഗണങ്ങൾ. ആഹാഹാഹാ, എന്താ സാഹിത്യം! സഹിക്ക വയ്യ. അപ്പ തുടങ്ങിയതാണ് ഒരു തലവേദന. ജലകന്യകയോ, മത്സ്യകന്യകയോ, കടൽപ്പന്നിയോ, തിമിംഗലമോ? എന്താ എന്താ ഒന്നുകൂടെ പറ. തിമിംഗലമോ കടൽപ്പന്നിയോ? അയ്യോ മോളെ, നീ എന്തിനാ ഇതെല്ലാം പോയി അദ്ദേഹത്തോട് പറയുന്നത്? പറയാതെങ്ങനാ? അങ്ങനെ അവരെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പേടിക്കണമെന്നല്ല മോളെ ഞാൻ പറയുന്നത്. നമുക്ക് ആ കുടുംബത്തിലുള്ള സ്വാതന്ത്ര്യം ദുരുപയോഗപ്പെടുത്തിയെന്ന് വരരുത്. അച്ഛൻ എന്താണ് ഈ പറയുന്നത്? ഗോപിച്ചേട്ടൻ ഇപ്പൊ വലിയൊരു ഡോക്ടറല്ലേ? അത് ഓർക്കാതെ എന്തെങ്കിലും ചെയ്താൽ ഞാനത് തടയും. മോളെ, ഒരു കാര്യം നീ എപ്പോഴും ഓർക്കണം. കൃഷ്ണമേനോൻ അദ്ദേഹത്തിന്റെ സന്മനസ്സുകൊണ്ടാണ് നമ്മൾ ഇവിടെ താമസിക്കുന്നത്. പ്ലെയിൻ അപകടത്തിൽ ഗോപിയുടെ അച്ഛനും അമ്മയും മരിച്ചതിന് ശേഷം കൈക്കുഞ്ഞായിരുന്ന ഗോപിയെ നിന്റെ അമ്മയാണ് വളർത്തിയത്. കൃഷ്ണമേനോൻ അദ്ദേഹം അതൊന്നും മറക്കില്ല. നിന്റെ അമ്മയ്ക്ക് അവിടെ ഉണ്ടായിരുന്ന സ്ഥാനമാണ് അദ്ദേഹം നിനക്കും തന്നിരിക്കുന്നത്. എല്ലാ കാര്യങ്ങൾക്കും ബംഗ്ലാവിൽ നീ വേണമെന്ന് അദ്ദേഹം നിർബന്ധിക്കുന്നതും അതുകൊണ്ടാണ്. എന്നുവെച്ച് നമ്മുടെ നിലമറന്ന് എന്തെങ്കിലും പറയുകയോ പ്രവർത്തിക്കുകയോ നീ ചെയ്യരുത്. അത്രയേ ഞാനിപ്പോ പറയുന്നുള്ളൂ. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. ഹായ് ഗോപിച്ചേട്ടാ. ഹലോ ലളിത, എപ്പോ വന്നു? 15 മിനിറ്റായി. ഫോൺ ചെയ്തിട്ട് വരാമായിരുന്നല്ലോ. ഡോക്ടർ ഇവിടെ വന്ന് കാണുന്നത് നല്ലതെന്ന് തോന്നി. ആ, ഇരിക്കും. എന്താ അസുഖം? ചേട്ടാ, എനിക്ക് രാത്രി തീരെ ഉറക്കം വരുന്നില്ല. തീരെ ഉറങ്ങാറില്ലേ? ശകലം. ഉറങ്ങിയാൽ ഉടനെ ഞെട്ടി ഉണരും. സ്വപ്നം കാണാറുണ്ടോ? ഉണ്ട് ചേട്ടാ. സ്വപ്നം കണ്ടല്ലേ ഞെട്ടി ഉണരുന്നത്. ശരീരത്തിൽ എവിടെയെങ്കിലും വേദനയുണ്ടോ? ഉണ്ട്. ഓരോ ദിവസം ഓരോ ഭാഗങ്ങളിലാണ് വേദന. ചേട്ടൻ എന്നെ ഒന്ന് പരിശോധിക്കണം. അതിനെന്താ, പരിശോധിക്കാം. ഒരു തറോ ചെക്കപ്പ് നടത്തിയേക്കാം. കമോ, വരൂ. കാണാൻ കൊള്ളാവുന്ന സകല പെൺകിടാങ്ങൾക്കും ഡോക്ടർ ഗോപി തന്നെ മതിയെന്ന് വെച്ചാൽ അയാൾക്ക് അവരെ വശീകരിക്കാൻ അറിയാം. പക്ഷെ ഒരു കാര്യം പറയാമല്ലോ, ഗോപി അവരിൽ ആരെയും ചീത്തയാക്കില്ല. അയാൾക്ക് അങ്ങനെ സൊല്ലിക്കൂടി രസിക്കണം, അത്രയേ ഉള്ളൂ. അതൊരാർത്താണ്. ലളിതേ, പ്രത്യേകിച്ച് അസുഖങ്ങൾ യാതൊന്നുമില്ല. കൊഴുപ്പുള്ള ആഹാരങ്ങൾ പൂർണ്ണമായി നിർത്തണം. Then you will be all right. ശരി ഗോപേട്ട. See you tomorrow. Okay. ഡോക്ടർ ഗോപിയാണല്ല, ഡോക്ടർ ശ്രീകൃഷ്ണനാണ്. ശ്രീകൃഷ്ണ ഭഗവാൻ എന്ന് പറയടാ, കുരുത്തം കെട്ടവനെ. ഭഗവാനെ, ഗോപശ്രീകൾ എത്ര പേരുണ്ട്? ആ, ഒരു 2-3 കുറവുണ്ട്. ഡേ, അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഇത് മെഡിക്കൽ കോളേജിൽ നിന്ന് പഠിച്ചതല്ല, ഒരു ഗിഫ്റ്റാണ്. അണ്ടർസ്റ്റാൻഡ്? An inborn gift. ഹലോ. ഹലോ ഗോപേട്ട. ഗുഡ് മോർണിംഗ്. ലളിതയാണ്? അതെ, ഹോളിഡേ തന്നെയാണ്. കോവളത്തോ? വരാം. ഒരു സ്വിമ്മിംഗ് നടത്തിക്കളയാം. അതെ, ഒരു പ്ലസന്റ് മീറ്റിംഗ് 4 മണിക്ക് 4 o'clock. ഓക്കെ, ബൈ. ബൈ ബൈ. ബൈ ബൈ. ലളിത, ഷീല, ലൈല, ഇനി എത്ര എണ്ണം ഉണ്ട്? സ്വിമ്മിംഗ് പൂൾ, പ്ലസന്റ് മീറ്റിംഗ്സ് ശരിപ്പെടുത്തി തരാം. ഷീല,
ഞാൻ ഗോപിയാണ്. ഹലോ ഗോപിയേട്ടാ, എന്താ ശബ്ദത്തിനൊരു മാറ്റം? അത് തൊണ്ടയ്ക്കൊരു കിരികിരിപ്പ്. പിന്നെ ഷീല ഇന്ന് കോവളത്ത് വരുന്നു. കോവളത്തോ? എപ്പോ? ഇന്ന് വൈകുന്നേരം 4 o'clock. നമുക്കൊരു സ്വിമ്മിങ് നടത്തിക്കളയാം പ്ലീസ്. ഷീല അവിടുന്ന് നേരെ അങ്ങ് വന്നാ മതി. ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. ഓക്കെ? ഓക്കെ. ലൈല, എടി ലൈലേ, നിനക്ക് മജ്നുവിനെ കാണണ്ടേ? കാണിച്ചു തരാം. ഹലോ ഷീല, എക്സ്ക്യൂസ് മീ. സോറി ഡാർലി, 5 മിനിറ്റ് ലേറ്റായി. ഏറ്റവും ഷീല എവിടെ? കൃത്യം 4 മണിക്ക് ഇവിടെ വരണമെന്നല്ലേ ചേട്ടൻ ഫോണിൽ പറഞ്ഞത്? ഫോണിൽ പറഞ്ഞു? ഞാനോ? ഓ, മതിയായിട്ടാ എന്നെ കളിയാക്കിയത്. ഹായ് ഗോപിയേട്ടാ. ഹലോ ലൈല, എക്സ്ക്യൂസ് മീ. സിനിമ പ്രോഗ്രാം ക്യാൻസൽ ചെയ്താൽ ഞാൻ സ്വിമ്മിങ്ങിന് വന്നിരിക്കുന്നത്. ഞാൻ ഫോൺ ചെയ്തിരുന്നുണ്ട് അല്ലേ? താങ്ക് യു. ഗോപിയേട്ടാ വരൂ. യെസ്, കമിങ്. കം ഓൺ. ഹലോ ലളിത, മീറ്റ് മൈ ഫ്രണ്ട് ലൈല. ദിസ് ഇസ് ലളിത. I said take it easy. Come on. Meet Miss Sheila. She is an angry beauty. മനസ്സിലായില്ലേ? ഓടിച്ചിരിക്കുമ്പോഴാണ് ഷീലയ്ക്ക് സൗന്ദര്യം. നിങ്ങളെല്ലാം നിതാമണവരല്ലേ? Come on, let us go to the waiting room.